നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിൽ ആദ്യ പരാതി മടക്കത്താനത്ത് നിന്നും വിജിമോൾ VS-ന്റേതാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ മഞ്ഞളൂർ വില്ലേജിലെ താമസക്കാരിയാണ് ഞാൻ മിശ്ര വിവാഹിതയാണ്. എന്റെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരുന്നു. അവിടെ നിന്നും കോഴിക്കോടുള്ള കിർട്ടാസ് ഓഫീസിന് ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. 2024 ജൂലൈ 11 ഞാൻ കിർട്ടാസിൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാവുകയും ചെയ്തു. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെല്ലാം നിരസിച്ചിരിക്കുകയാണ്. ഞാൻ ക്യാൻസർ രോഗിയാണ്. KSFE-യിലെ അസിസ്റ്റന്റായി ജോലിയുണ്ട്. ഭർത്താവ് KSEB ലൈൻമാനാണ്. RCSE വിഭാഗത്തിൽപ്പെടുന്ന ആളുമാണ്. ഭർത്താവ് പോസ്റ്റിൽ നിന്നും വീണതുകൊണ്ട് തന്നെ നട്ടലിന് പരിക്കുമുണ്ട്. ഞങ്ങൾക്ക് 75ഉം 80ഉം വയസ്സുള്ള അച്ഛനും അമ്മയുമുണ്ട്. അവരും സ്ഥിരം രോഗികളാണ്. കുട്ടികൾ 9ലും 12ലുമാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ചികിത്സയ്ക്കെല്ലാം തന്നെ ഭാരിച്ച ചിലവാണ്. ഞാനും എന്റെ മക്കളും ഹിന്ദു മലയരയൻ ആചാരപ്രകാരമാണ് ജീവിക്കുന്നത്. അതിനുവേണ്ട തെളിവുകളെല്ലാം തന്നെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. മക്കളുടെ ഭാവി കരുതിയും അവരുടെ വിദ്യാഭ്യാസത്തിന് ചിലവേറെ ആയതിനാലും മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആയതിനാൽ ഇത് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും മക്കളുടെ ജാതി സർട്ടിഫിക്കറ്റിനുള്ള റിപ്പോർട്ട് കിട്ടാത്തതിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ. ഇന്നത്തെ കത്തിലെ വിഷയം 2 മക്കളുടെയും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതായിട്ടും ആ റിറ്റ് പെറ്റീഷനിൽ ഒരു ഉത്തരവ് പ്രകാരം കിർത്താഡ്സിനോട് 1 മാസത്തിനകം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവായിരുന്നു. എന്നാൽ ഇതുവരേക്കും അതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല കിർത്താഡ്സ് എന്നാണ് മനസ്സിലാക്കുന്നത്. പറയുന്ന കത്തില് കേസ് ഫയൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെയും ഇല്ല. എന്നാൽ പേര് വെച്ച് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നിന്നും സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് 2023 ഒരു റിറ്റ് പെറ്റീഷൻ മാഡം ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റിറ്റ് പെറ്റീഷനിൽ 27/5/2024 ഒരു ഇൻട്രീം ഓർഡറായിട്ട് കോടതി കിർത്താഡ്സിനോട് പെറ്റീഷണറെ കേട്ടതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പറഞ്ഞത്. എന്നാൽ 25/7/24 ഇങ്ങനെ ഒരു ഓർഡർ വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത് 11/7/24 മാഡത്തിന് കിർത്താഡ്സിൽ ഹിയറിംഗിന് വിളിച്ചതായിട്ടാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കോടതിയിൽ അതിനുശേഷം ഈ കേസുകൾ പല ഘട്ടങ്ങളിലായിട്ട് പോസ്റ്റിംഗ് വരികയും അവസാനമായിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് കാണുന്നത് 21/2/2025 അന്നേ ദിവസം കോടതി എതിർകക്ഷികളായ സർക്കാർ വകുപ്പുകൾ, അതിൽ കിർത്താഡ്സും ഉൾപ്പെടും, അവരോട് കേസിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ കേസ് എന്തുകൊണ്ടോ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ കേസ് വീണ്ടും കോടതിയിലേക്ക് എടുപ്പിക്കുക, അതിനു വേണ്ടിയുള്ള മെമ്മോ അല്ലെങ്കിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒന്ന് കേസ് വരുത്തിക്കുക, കോടതിയുടെ ശ്രദ്ധയിൽ മക്കളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഒന്നും കൂടി ബോധിപ്പിക്കുക, അതിന്റെ ഏർജൻസി ബോധിപ്പിക്കുക. ആ കേസിൽ കൗണ്ടർ അഫിഡവിറ്റ് വന്നു കഴിഞ്ഞാൽ ആ കേസ് ഉടൻ തന്നെ കേൾപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കുക. ഇതേ ഇപ്പൊ ചെയ്യാനുള്ളൂ. കാരണം കോടതിയിൽ കേസ് പെൻഡിങ് ആയതുകൊണ്ട് വേറെ ഒന്നും ഇപ്പോൾ പോസിബിൾ അല്ല. അടുത്ത പരാതി ചാത്തൻകുന്നിൽ നിന്നും റാണി KJ-യുടേതാണ്. ഞാനും എന്റെ ഭർത്താവിന്റെ കുടുംബവും ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ആനുകൂല്യവും ലഭിക്കുന്നുണ്ട്. എന്റെ മകൾക്ക് ഗ്രാന്റിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നു. തുടർന്ന് ഓൺലൈനിൽ അപേക്ഷ നൽകുവാനാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത്. പിതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എന്ന് വില്ലേജ് ഓഫീസർ പറയുകയുണ്ടായി. എന്നാൽ മാതാവായ എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് മകൾക്ക് ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുവാൻ സാധിക്കുമോ? കുട്ടിയുടെ ഗ്രാന്റ്സ് മുടങ്ങുമെന്ന ആശങ്കയിലാണ് ഞാൻ. ആയതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്നതാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. നിയമവേദി ഇക്കാര്യത്തെക്കുറിച്ച് മുട്ടുചിറ വില്ലേജ് ഓഫീസറോടും മറ്റും അന്വേഷിച്ചതിൽ നിന്നും മനസ്സിലായ കാര്യം, മുൻകാലങ്ങളിൽ മാതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പിതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ മക്കളുടെ ജാതി സർട്ടിഫിക്കറ്റ് നൽകാറുള്ളൂ. ഇനി വിവാഹബന്ധം വേർപെടുത്തിയതോ
നിയമപരമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വില്ലേജ് ഓഫീസിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ആയതിനാൽ പരാതിക്കാരി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മൂന്നാമത്തെ പരാതി മൂവാറ്റുപുഴയിൽ നിന്നും തുളസികുമാരി എമ്മിൻ്റേതാണ്. അടുത്ത പരാതി. നമുക്ക് പരാതി പരിശോധിക്കാം. ഞാൻ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് പോസ്റ്റ് ഓഫീസിൽ 2009 മാർച്ച് മാസത്തിൽ ഒരു PLI ഇൻഷുറൻസ് എടുത്തിരുന്നു. പ്രതിമാസം 398 രൂപയായിരുന്നു അടച്ചിരുന്നത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ 2011 ഒക്ടോബർ മാസം വരെ മാത്രമേ എനിക്ക് രൂപ അടക്കുവാൻ സാധിച്ചുള്ളൂ. ഈ ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി ഡേറ്റ് വന്നിരിക്കുന്നത് 2020 മാർച്ച് മാസത്തിലായിരുന്നു. കാലാവധി തീർന്നപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് പ്രീമിയം മുടങ്ങിയതുകൊണ്ട് രൂപ കിട്ടുകയില്ല എന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലും അന്വേഷിച്ചുവെങ്കിലും ഇതേ മറുപടിയാണ് കിട്ടിയത്. ഞാൻ അടച്ച തുകയെങ്കിലും എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച ഇക്കാര്യം നിയമവേദി ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിലും മറ്റും അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഈ ഇൻഷുറൻസിന് 3 വർഷം മുടങ്ങാതെ പ്രീമിയം അടച്ചാൽ മാത്രമേ അടച്ച തുക ലഭിക്കുകയുള്ളൂ എന്നാണ്. അതിനിടയിൽ പ്രീമിയം മുടങ്ങിയാൽ അടച്ച തുക തിരികെ ലഭിക്കില്ല എന്നാണ് ആ പോളിസിയുടെ നിയമം. ഇവിടെ പരാതിക്കാരി 2 വർഷം മാത്രമേ അടച്ചിട്ടുള്ളൂ. ആയതിനാലാണ് തുക ലഭിക്കാത്തത്. ഇനി ഇതിന് എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ സാധിക്കുമോ എന്ന് നിയമവേദി ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയോട് ചോദിച്ചു. അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ മറുപടി കേൾക്കാം. ലഭിച്ച കത്ത് സശ്രദ്ധം വായിച്ചു. പരാതിക്കാരിയുടെ ഇൻഷുറൻസ് പ്രീമിയം അടവ് മുടങ്ങിയെന്നും ഇൻഷുറൻസ് എടുത്ത കമ്പനി തുക മടക്കി തരുന്നില്ല എന്നുമാണ് ചുരുക്കത്തിൽ പരാതി. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഉടമയും ചേരുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഒരു സേവനമാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും എത്ര നാൾ അതിന്റെ പ്രീമിയം അടയ്ക്കണം, അതിന്റെ എന്ന് അത് മെച്ചുറാകും, അത് എത്ര തുക കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം ആ പോളിസി ഡോക്യുമെന്റിൽ പോളിസിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അത് ഒരു കരാറാണ് പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള. ആ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇരുകൂട്ടരും ബാധ്യസ്ഥരാണ്. അത് പോളിസി ഉടമയായാലും കമ്പനി ആയാലും. അപ്പോൾ പോളിസിയിൽ ഇത്ര നാൾ അടയ്ക്കണം എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളിസി ഹോൾഡർ അത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കരാറിന്റെ ലംഘനമായി. അങ്ങനെ കരാർ ലംഘിച്ചാൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് ആ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള നടപടികൾ 2 കൂട്ടർക്കും എടുക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായി പോളിസി അല്ലെങ്കിൽ അതിന്റെ പ്രീമിയം അടച്ചിട്ടില്ല എങ്കിൽ തുക തരാതിരിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് അധികാരമുണ്ട് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ തുക കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഒരു സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഈ ഇൻഷുറൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനിൽ ഇതുപോലത്തെ അങ്ങനെ പല നടപടികളും അല്ലെങ്കിൽ പല വ്യവസ്ഥകളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വ്യവസ്ഥ നമ്മൾ പോളിസി ഹോൾഡർ അംഗീകരിച്ച ശേഷം ആ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസിന് അവരുടെ തുക തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസ് തുടങ്ങിയാൽ 3-4 തവണയെങ്കിലും അതിന്റെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ പിന്നീട് മുടങ്ങിയാലും അടച്ച തുക സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 30ഓളം മാസങ്ങളിൽ അടച്ചിട്ടുണ്ട്. അതിനുശേഷം 2009 മുതൽ 2011 വരെ അടച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പൈസ അടയ്ക്കാതിരുന്നതെന്നും. ഈ സാഹചര്യത്തിൽ 30ഓളം ഇൻസ്റ്റാൾമെന്റുകൾ ഇൻഷുറൻസ് കമ്പനി ഓൾറെഡി നമ്മളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പോളിസി ഉടമസ്ഥൻ എന്ന നിലയിൽ പരാതിക്കാരിക്ക് ഒരു ക്ലെയിം ഉണ്ട്. പരാതിക്കാരി ഏകദേശം 12,000 രൂപ ഓൾറെഡി അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തുക മടക്കി കിട്ടാനുള്ള ഒരു അവകാശം, അതിന് ന്യായമായ പലിശയും മടക്കി കിട്ടാനുള്ള ഒരു അവകാശം പോളിസി ഉടമയ്ക്കുണ്ട്. പക്ഷെ അതിന്റെ ഒരു കാൽക്കുലേഷനൊക്കെ അതിന്റെ വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള കാൽക്കുലേഷനാണ്. അതിന്റെ സറണ്ടർ വാല്യൂ അതിന്റെ വേറെ ചില ഒരു ഫോർമുല അനുസരിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ സാധാരണ നിക്ഷേപിച്ച പോലെ ഒരു പൈസ ആയിരിക്കില്ല ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുന്നത്. ഏതായാലും ഇൻഷുറൻസ് കമ്പനിക്ക് ഈ വിവരം കാണിച്ച് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ നടപടിയൊന്നും തീർപ്പായില്ലെങ്കിൽ നിങ്ങൾക്ക് IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAയിൽ ഒരു പരാതി കൊടുക്കാവുന്നതാണ്. അതുപോലെ അതിനുശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതിനൊന്നും ഒരു അധികാരികളുടെ മുമ്പിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പരാതിയും ഇൻഷുറൻസിന്റെ ആ പോളിസി പകർപ്പും എല്ലാം വെച്ചിട്ട് ഓൺലൈനായിട്ട് തന്നെ പരാതി കൊടുക്കാവുന്നതാണ് IRDAIയുടെ മുന്നിലും ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ മുന്നിലും. അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായാലും നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. കൺസ്യൂമർ കോടതിയിൽ കുറച്ച് സമയം എടുത്തേക്കാം. ഈ 2 IRDAയും ഇൻഷുറൻസ് ഓംബുഡ്സ്മാനുമാണെങ്കിൽ വളരെ ചുരുക്ക സമയം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പരാതി പരിഹരിച്ച് കിട്ടിയേക്കാം. അവിടെയും അത് സാധ്യമായില്ലെങ്കിൽ
പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടേണ്ടതുണ്ട്. ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം തിരിച്ചു കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കേസിനും അത് കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൂടാതെ അതിന്റെ കഷ്ടനഷ്ടങ്ങളും കൺസ്യൂമർ കോടതിയിൽ നിന്ന് ഈടാക്കിയെടുക്കാവുന്നതാണ്. കൺസ്യൂമർ കോടതി ഉത്തരവ് പ്രകാരം ഈടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഫോറങ്ങളിൽ അല്ലെങ്കിൽ ഈ അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ കേസിൽ ഒരു നീതി ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായത്തിന് അർഹയാണ്. നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സമീപിച്ചാൽ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ കോടതിയിൽ ചെന്നാലും അവിടെയും നിങ്ങളെ സഹായിക്കാനും എങ്ങനെയാണ് പരാതി എഴുതി തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് അതുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി IRDAയിലും പിന്നീട് ഇൻഷുറൻസ് ഓംബഡ്സ്മാനിലും അതിനുശേഷം നിങ്ങൾക്ക് ഫലമുണ്ടായില്ലെങ്കിൽ ജില്ലാ കൺസ്യൂമർ കോടതിയെയും സമീപിക്കാവുന്നതാണ്. ഇനി 4ാമത്തെ പരാതി. രായമംഗലം വില്ലേജിൽ നിന്നും തങ്കമ്മ, സരോജിനി, കാർത്യായനി, അമ്മിണി കുര്യൻ എന്നിവരാണ് ഈ പരാതി അയച്ചിട്ടുള്ളത്. നമുക്ക് പരാതി പരിശോധിക്കാം. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്ക് രായമംഗലം വില്ലേജിലെ താമസക്കാരാണ്. ഞങ്ങൾ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്ത് മുടങ്ങാതെ അംശാദായ വിഹിതം അടച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ 4 പേരും. ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ 70 വയസ്സിന് മേലെ പ്രായമുണ്ട്. 60 വയസ്സ് പൂർത്തിയാക്കിയ സമയം അതിവർഷ ആനുകൂല്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ക്ഷേമനിധി ബോർഡിൽ നിന്നും ഈ തുക ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അതിവർഷാനുകൂല്യം ലഭിച്ചില്ല എന്ന പരാതി നിയമവേദി ആലുവ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി, പരാതിക്കാർ 4 പേരാണ്. അതിൽ അമ്മിണി കുര്യൻ നൽകിയ അക്കൗണ്ട് നമ്പർ കർഷകക്ഷേമ നിധി ബോർഡിൽ ലഭ്യമല്ല. ബാക്കി 3 പേർ സരോജിനി 11,875 രൂപ, തങ്കമ്മ 12,500 രൂപ, കാർത്യായനി 7,500 രൂപ എന്നീ തുകകൾ 9/1/2021 ക്ഷേമനിധി ബോർഡിൽ നിന്ന് ട്രഷറിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അവരാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറുന്നത്. ഈ തുകകൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ പരാതിക്കാരിയോട് നിയമവേദി ആവശ്യപ്പെട്ടിരുന്നു. അവർ ബാങ്ക് പാസ്ബുക്ക് പതിപ്പിച്ചതിൽ തുക വന്നിട്ടില്ല എന്ന് നിയമവേദിയെ അറിയിച്ചു. ഈ വിവരം നിയമവേദി ആലുവ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ അറിയിച്ചു. തുടർന്ന് അവർ പറയുന്നത് പതിപ്പിച്ച ബാങ്ക് പാസ്ബുക്കുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാവാനാണ്. എന്നാൽ മാത്രമേ അവർക്ക് അത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ആയതിനാൽ പരാതിക്കാർ 4 പേരും ബാങ്ക് പാസ്ബുക്കുമായി ക്ഷേമനിധി ഓഫീസിൽ എത്രയും പെട്ടെന്ന് ഹാജരാവുക. ഇനി 5ാമത്തെ പരാതി. ചേർത്തലയിൽ നിന്ന് അപ്പച്ചൻ. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുറെ നാളുകളായി ലഭിക്കുന്നില്ല. ഏകദേശം 18 മാസത്തോളം കുടിശ്ശിക ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുടിശ്ശിക എന്ന് കിട്ടുമെന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് അയക്കുന്നത്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പെൻഷൻ സംബന്ധിച്ച് നിയമവേദിയിൽ നിരവധി കത്തുകൾ ലഭിക്കാറുണ്ട്. ഇതിനു മുൻപും നിയമവേദി ഇതിന് ഉത്തരം നൽകിയതാണ്. ഇപ്പോഴും ആ ഉത്തരം തന്നെയാണ് നിയമവേദിക്ക് ലഭിച്ചത്. അത് ഇപ്രകാരമാണ്. നിലവിൽ 17 മാസത്തോളം പെൻഷൻ കുടിശ്ശിക ഉണ്ട്. അതിൽ 2 മാസത്തെ പെൻഷൻ ഈ അടുത്ത ദിവസം നൽകിയിട്ടുണ്ട്. അതായത് 2024 ജൂൺ ജൂലൈ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി 2024 ഓഗസ്റ്റ് മാസം മുതലുള്ള പെൻഷൻ ലഭിക്കാനുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന് വേണ്ടിയുള്ള സെസ് പിരിവ് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ കുടിശ്ശിക തുക ലഭിക്കുമെന്ന് നിയമവേദി കരുതുന്നു. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.